നിങ്ങൾക്കും ചെയ്തെടുക്കാം ഇതുപോലൊരു മനോഹരമായ ഫ്ലവർ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ. നമുക്ക് നോക്കിയാലോ? കാണാൻ നല്ല ഭംഗിയില്ലേ? അതിന് നമുക്ക് ലീഫൊക്കെ വെച്ചിട്ട് ഡ്രസ്സിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൾട്ടി കളറിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ 3mm ക്രോഷ്യോ ഹുക്കും ഒരു മൾട്ടി കളർ ആക്രിലിക് യാണും കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. നമ്മൾ യാണെടുത്തു, കയ്യിലൊന്ന് വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ നമ്മൾ ആ യാണ് എടുക്കുക. ഒരു ക്രോസായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ സ്പേസിലൂടെ നമ്മൾ യാണ് മേലോട്ട് എടുക്കുക. അപ്പം നമുക്കൊരു ലൂപ്പ് കിട്ടും. അതാണ് നമ്മൾ സ്ലിപ്പ് നോട്ട്. ഇനി ഇതിൽ ഒരു 6 ചെയിൻസ് ചെയ്യാം. ആദ്യം നമ്മൾ ആ 6 ചെയിൻസ് ചെയ്തെടുത്തിട്ടുള്ള ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് അതൊരു റൗണ്ട് ആക്കി എടുക്കുക. നമുക്കൊരു മാജിക് റിങ് പോലെ. ഇനി നമ്മൾ ആ റിങ്ങിലാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു 4 ചെയിൻസ് ഇട്ടു. ഈ ഇതിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യോ ആണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഡബിൾ ക്രോഷ്യോ അല്ലേ ചെയ്തത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യോ ആയതുകൊണ്ട് ഒരു തവണ ഡബിൾ ക്രോഷ്യോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ആദ്യത്തെ 2 ലൂപ്പ് കൂടെ പിന്നത്തെ 2 പിന്നത്തെ 2 3 ടൈംസ് ആയിട്ടാണ് നമ്മളത് ചെയ്യുക. ഡബിൾ ക്രോഷ്യോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 പ്രാവശ്യമായിട്ടല്ലേ എടുക്കുക. ആദ്യത്തെ 2 പിന്നത്തെ 2. ട്രിപ്പിൾ ക്രോഷ്യോ ആയതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു ആ സെൻറ്ററിൽ കൂടെ എടുത്തിട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന 4 ചെയിൻസ് ഉണ്ടാവും. ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നത്തെ 2. അങ്ങനെയാണ് നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യോസും ചെയ്തെടുക്കേണ്ടത്. നമുക്കൊരു 23 ട്രിപ്പിൾ ക്രോഷ്യേസ് ഈ റൗണ്ടിൽ ചെയ്തെടുക്കുക. ആദ്യത്തെ 4 ചെയിൻ നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യോ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ ഒരു 22 കൂടെ ചെയ്തെടുക്കുക. നമുക്കത് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഓരോ ട്രിപ്പിൾ ക്രോഷ്യേസ് ആയിട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കങ്ങനെ ആ റൗണ്ട് ഫുള്ളായിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ മുന്നിലുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, നമ്മൾ ക്ലിയർ ചെയ്ത്. നമുക്ക് ഓരോ ട്രിപ്പിൾ ക്രോഷ്യേസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ആ 23 കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ചെയ്യട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു പോയി കൂടി പോവുകയൊക്കെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാറ്റേണിലായിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കൗണ്ടിങ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ ആ ട്രിപ്പിൾ ക്രോഷ്യോ 23 ട്രിപ്പിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തു. ആ 4th ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളൊരു 10 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് സ്ലിപ്പ് ഇട്ടിട്ട് ചെയ്യുക. അടുത്ത 3 സ്പേസിൽ ഓരോ സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. 4ാമത്തെ സ്പേസിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുക. ഞാനവിടെ സിംഗിൾ ക്രോഷ്യോ ആട്ടോ ചെയ്തത്. വീണ്ടും ഒരു 10 ചെയിൻസ് ഇടുക. സെയിം സ്പേസിൽ തന്നെ നമ്മളൊരു സ്ലിപ്പ് ഇട്ടിട്ട് എൻഡ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുക. വീണ്ടും 4th വണ്ണിൽ ഇതേപോലെ ഒരു 10 ചെയിൻസ്, ഒരു 10 ചെയിൻസ് ചെയ്തിട്ട് നമ്മൾ അതേ സ്പേസിൽ തന്നെ സ്ലിപ്പ് ഇട്ടിട്ട് ആ ഒരു പാറ്റേൺ നിർത്തുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യോ 10 ചെയിൻസ്, 3 സിംഗിൾ ക്രോഷ്യോ 10 ചെയിൻസ്, അങ്ങനെ 6 പെറ്റൽസ് നമ്മൾ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആ ഫ്ലവറിൻ്റെ ഓരോരോ ഇതളുകളായിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഈ 10 ചെയിൻസ് ചെയ്യുന്നതിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാനിതവിടെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ചെയിനുള്ള സ്പേസിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ ചെയിനുള്ള സ്പേസിൽ 10 ചെയിൻസ് ചെയ്ത സ്ഥലത്ത് ഒരു 10 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക.
ആദ്യത്തെ 3 ചെയിൻസ് ഇടുക. ദെൻ ഓരോ ഡബിൾ ക്രോഷ്യ ആയിട്ട് 10 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യേയുടെ നമ്മൾ ആ 3 ചെയിൻസിനെ കണക്കാക്കും. പിന്നെ ഒരു 9 ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. എന്നിട്ടൊരു 3 ചെയിൻസ് ഇടുക, 3 ചെയിൻസ് ഇടുക. വീണ്ടും ഒരു 10 ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. ട്രിപ്പിൾ ക്രോഷ്യ അല്ലേ. നമ്മൾ ഫസ്റ്റത്തെ റൗണ്ടിലാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 10 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഒരു 3 ചെയിൻസ് ഇടുക. വീണ്ടും ഒരു 10 ഡബിൾ ക്രോഷ്യ. നമ്മൾ ഒരു പെറ്റൽ റെഡിയായി. ഇനി എന്നിട്ട് നമ്മൾ ആ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തതിൽ സെൻറ്ററിൽ വരുന്ന രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യൻ്റെ അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഓരോ പെറ്റലും എൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. നമുക്ക് ആ 10 ഡബിൾ ക്രോഷ്യേസൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സിമ്പിൾ ഫ്ലവറാണ്. നമുക്ക് ഡ്രസ്സിൻ്റെ മേലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 2 സൈഡിൽ ഓരോ ലീവ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ സെൻറ്ററിൽ ഒരു കളറും ഈ റൗണ്ട് വേറൊരു കളറിലും ആയിട്ടും ചെയ്യാം. നിങ്ങളിഷ്ടം പോലെ ഏത് കളറിലും എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ചെയ്തെടുക്കുക. ആ രണ്ടാമത്തെ സ്പേസിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സ്ലിപ്പ് ഇടുക. എങ്ങനെയായാലും അത് എൻഡ് ചെയ്യുക. വീണ്ടും അടുത്ത സെറ്റിൽ ഒരു 10 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 10 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഓരോ പെറ്റൽസായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താ നമുക്ക് ഓരോ പെറ്റൽസായിട്ടും കംപ്ലീറ്റ് ചെയ്ത് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് നോക്കാം കേട്ടോ. ഞാനിതവിടെ ഓരോ 10 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 10 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നമ്മുടെ സ്ലിപ്പായിട്ട് ഇട്ടത്. അപ്പം നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അതാ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ? അപ്പം നമ്മളെ ഫ്ലവർ ഇതവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പാറ്റേണായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.